അങ്ങനെ 8-9 വർഷത്തിന് ശേഷം ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിനൊക്കെ നമ്മൾ പോകാണ്ടിരിക്കുകയാണ്. ഏകദേശം കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. ഏകദേശം സലാമത്തായി കാര്യങ്ങളൊക്കെ എമിഗ്രേഷൻ കിട്ടി ട്രോളെടുത്ത് ഓൺ ദ വേ. അങ്ങനെ പല ആൾക്കാരുടെ സ്റ്റോറിയിലും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗിലൊക്കെ കണ്ട സംഭവമാണ് എർത്ത് ലോഞ്ച് എന്നുള്ള ഈ സംഭവം കേട്ടോ. എയർപോർട്ടിൽ വന്നതിനാൽ ഏകദേശം ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോഞ്ചിൽ പോയിരുന്ന അൺലിമിറ്റഡ് ഫുഡ് ഒരു കാർഡ് വെച്ച് കൊടുത്താൽ മാത്രം മതി. ആ കാർഡ് നിങ്ങൾക്ക് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അവിടെ പോയി ഫുഡ് കഴിക്കാൻ രീതിയിലാണ്. എന്തായാലും നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ലോഞ്ച് തന്നെയായിരുന്നു അത്. എന്തായാലും നിങ്ങൾ കാർഡൊക്കെ വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എയർപോർട്ട് വഴി എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തൊക്കെ പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് പള്ള നിറച്ച് ഫുഡ് കഴിച്ചിട്ട് പോകാം. അത്യാവശ്യം നല്ല തിരക്കുള്ള ടൈമിലാണ് നമ്മൾ കയറി ചെന്നത് തന്നെയാണ്. എന്തായാലും നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു ബിരിയാണി റൈസും അത് കൂടാതെ തന്നെ ബട്ടർ ചിക്കനും അങ്ങനത്തെ കുറച്ച് സാധനമാണ്. അത് ഞാൻ വേറെ വീഡിയോ എടുത്തതാണ്, പക്ഷെ അത് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, അതിൻ്റെ പ്ലേറ്റ് തീർന്നോടെ നമ്മൾ അടുത്ത ട്രൈ കിടന്നു. ആഹാരം കഴിക്കുന്ന എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരാം. വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ, ആക്രാന്തം കാണിക്കാതെ. അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് വീണ്ടും പാത്രം ക്യാമറ പിടിച്ച് പോകുമ്പോൾ ഓരോരുത്തരുടെ നോട്ടം കാണുമ്പോൾ നമുക്ക് പേടിയാവട്ടെ. എന്തായാലും അടുത്ത സെക്ഷനിൽ പോയിട്ട് ഡെസേർട്സ് ആയിരുന്നു. ഡെസേർട്സ് തന്നെ നല്ല കേസരിയും അത് കൂടാതെ തന്നെ നല്ല ചിക്കൻ പഫ്സ്. ഡെസേർട്സ് കൊണ്ട് ചിക്കൻ പഫ്സ് ഇങ്ങനെ ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ പഫ്സ് ഉണ്ടപ്പോൾ ചിക്കൻ പഫ്സ് കൊടുത്ത് അത് കൂടാതെ തന്നെ അവർ നല്ല മഫിൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മഫിൻസ്. എന്ത് നല്ല പ്രീമിയം ടൈപ്പിലാണ് ഇവർ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടാകുന്നത്. അത് നല്ലോണം ഇഷ്ടമായിട്ടാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് ഇന്നേന്ന് ആൾക്കാരൊക്കെ പോയി, എന്നാലും ഞാൻ പോയിട്ടില്ല. അവിടെയുള്ള സാധനങ്ങൾ ഫുള്ള് കഴിക്കാണ്ട് എണീക്കില്ല അതിൽ തന്നെ. ആ ചിക്കൻ പഫ്സും അത് നല്ല അടിപൊളിയായിട്ടാണ് അവർ ഇതാക്കിയത്. നല്ല കിഡിലൻ മസാല ഒക്കെ വെച്ചിട്ടാണ്. അത്യാവശ്യം കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 hours later. എല്ലാം കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് കൂടി പോയി നോക്കി ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ തുറച്ച് നോക്കി തുടങ്ങി. ഇവൻ ക്യാമറ പിടിച്ചിട്ട് തിന്നാൻ വേണ്ടി മാത്രം വന്നതാണ് എയർപോർട്ടിൽ എന്ന രീതിയിലാണ് എല്ലാവരും നോട്ടൊക്കെ. എന്തായാലും നമ്മൾ പോവാണ്. ഫ്ലൈറ്റിന് ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈമിന് നമുക്ക് അവിടെ എത്തണം. ഗേറ്റിലേക്ക് എത്തി നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കൊടുത്ത് നേരെ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത്. A few moments later. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം സംഭവിച്ചാൽ ഇവർ സീറ്റിൽ ടി വി ഉണ്ടാവും. പക്ഷെ നമുക്കെന്തോ ഭാഗത്തിന് ടി വി കിട്ടിയില്ല, പക്ഷെ വിൻഡോ സീറ്റ് കിട്ടി. എന്തായാലും കുഴപ്പമില്ല, കാഴ്ചകൾ കണ്ടിരിക്കാൻ കണ്ട് ഞാൻ പുറത്തേക്ക് നോക്കിയിരുന്നു ഗൈസ്. hours later. അങ്ങനെ ഒടുവിൽ നമ്മൾ നേരെ കോലാലംപൂരിലെത്തിയിട്ടുണ്ട്. ഏകദേശം 6 മണിയായിട്ടുണ്ടായിരുന്നു. 6 മണിയാകുമ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് കോലാലംപൂർ കേട്ടോ. എന്തായാലും നല്ല മടിയന്മാർക്കൊക്കെ ആയിട്ട് നല്ല എസ്കലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നിന്ന് കൊടുത്താൽ മാത്രം മതി, അവർ അപ്പുറത്തേക്ക് എത്തിച്ചെന്നോളും. എന്തായാലും കേരളത്തിലും ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വരണം നമ്മൾ ആഗ്രഹിക്കുന്നു. അതെ, എന്തായാലും എസ്കലേറ്ററിലൊക്കെ കയറി നിന്ന് നമ്മൾ ഇനി അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് പോകാണ്ട് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോലാലംപൂരിൽ നിന്നല്ല, നമ്മൾ നേരെ ജോഹോർ ബഹ്റു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ കോലാലംപൂർ തിരിക്കുകയാണ്. കോലാലംപൂർ ഇപ്പോൾ ഏകദേശം സമയം പറയുകയാണെങ്കിൽ ടൈം ഇപ്പോൾ ഏകദേശം 4 മണിയായി. നമ്മളിപ്പോൾ ഉള്ളത് കോലാലംപൂറാണ്. ഇറ്റ് വാസ് ഓക്കെ, ദ ഫ്ലൈറ്റ് എവരിത്തിങ് വാസ് ഫൈൻ. നമ്മൾ ലഗേജും സിംഗിൾ ലഗേജ് ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. കാരണം മലേഷ്യ ലാൻഡ് ആയാലും നമ്മൾ മലേഷ്യയിൽ വേറെ സ്പോട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മളെ ട്രാവൽ. സോ വി ആർ ഗോയിങ് ടു ജോഹോർ ബാഹ് ഫസ്റ്റ്. അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് നമുക്ക് അവിടെ നിന്നാണ്. സോ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നെക്സ്റ്റ് സ്പോട്ട് ജോഹോർ ബഹ്റു. പ്രതീക്ഷകൾ കൈവിടാതെ ഞാൻ വീണ്ടും കുറേ നടന്നു നോക്കി എയർപോർട്ട് അപ്പുറത്തൊക്കെ. ഇനി ഇവിടെ എങ്ങനെ വല്ല ലോഞ്ച് ഉണ്ടാവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫുഡ് നമുക്ക് ഇപ്പോഴും ഒരുപോലെ തന്നെയല്ലേ. പക്ഷേ ഇവിടെ നല്ല നല്ല അടിപൊളി ആംബുലൻസ്, നമ്മൾ ക്യാൻഡി ഷോപ്പൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ മിനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു കോൾഡ് കോഫിയും അതുകൂടാതെ തന്നെ ഒരു ചോക്ലേറ്റ് ബണ്ണാണ് കഴിച്ചത്. ഇനിയിപ്പോൾ നമ്മളെ ഗേറ്റ് ഓപ്പൺ ആയി ഏകദേശം. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിൽ പോവാണ്. നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു ജോഹോർ ബഹ്റു.
അപ്പോൾ ഒന്നും നോക്കിയില്ല, പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. ഇനി ഏകദേശം ഇവിടെ നിന്ന് 40-45 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് ഇനി ആ സ്പോട്ടിലോട്ട്. ഫ്ലൈറ്റിൽ കയറിയിട്ട് ജോഹർ ബഹ്റൂക്കിൽ യാത്ര കാണിക്കാൻ വിൻഡോ സീറ്റ് നോക്കുമ്പോൾ അപ്പുറത്തൊരു തള്ള കയറിയിരുന്നു. അപ്പം ഇനി വേറൊരു വഴിയിലന്നായി. A few moments later. സോ അറ്റ് ലാസ്റ്റ് നമ്മളിതാ ജോഹർ ബാഹു എന്നുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ടുള്ളത്. സോ കറക്റ്റ്ലി നമ്മൾ ലാൻഡായി. ഇവിടുന്ന് നമ്മൾ പുറത്തിറങ്ങാണ്. ഇനിയുള്ള ദിവസം നമ്മൾ മലേഷ്യ ഓവറോൾ ജേണിയാണ് ട്രിപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫുള്ള് കറങ്ങണം, എന്തായാലും മുതലാക്കണം മലേഷ്യ വന്നത്. സോ ഇപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ വി ഹാവ് റീച്ച്ഡ് ഈസ് ജോഹർ ആൻഡ് വിൽ ബി എക്സ്പ്ലോറിങ് ജോഹർ ബാഹു. This place is so beautiful. This place is so beautiful. The അടിപൊളി ആംബിയൻസ് ബ്രോ. ഇറങ്ങി വെക്കണ ഓണറുടെ ഗോൾഡ് വൈൻ ആൻഡ് ദാറ്റ് ടു ഇത് കാണുന്നത് മല്ലു ട്രാവലറിന് പറഞ്ഞത്. യുവർ ബ്യൂട്ടി ഓവർ ഹിയർ. Wow. It's kind of beautiful. Ready for the trip, guys. കേരള വിട്ടിട്ട് നമ്മൾ നല്ല വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് തന്നെ വെറൈറ്റി വണ്ടികൾ, മോഡിഫിക്കേഷൻ ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം. The greenery is so good. ആൾക്കാരില്ല, തിരക്കില്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലം. നമ്മുടെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ജോഹർ ബഹ്റു എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ മലേഷ്യൻ പാർട്ട് 1 സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പേജ് അയച്ചു കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരും. സോ സീ യു ഓൾ.